എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 36 ദിവസം കൊണ്ടും ചെയ്യുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ, ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരുവെന്ന റെഗുലർ പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എയും ബിയുമാണ് അവിടെ ഉള്ളത്. എ ഒരു ജോലി 12 ദിവസം കൊണ്ടും ബി അതേ ജോലി 36 ദിവസം കൊണ്ടുമാണ് ചെയ്തു തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവർക്ക് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് എത്ര എന്ന് ചോദിച്ചാൽ 12ൻ്റെയും 36ൻ്റെയും എൽസിയമായ 36 തന്നെ. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ എയുടെയും ബിയുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കുക. എന്ന് വെച്ചാൽ ഒരു ദിവസം അവർ ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കുക. എങ്ങനെയാ? 36/12. എയുടെ കാര്യക്ഷമത 3 ആണ്. 36/36 ബിയുടെ കാര്യക്ഷമത 1 ആണ്. എന്ന് വെച്ചാൽ എ ഒരു ദിവസം 3 ജോലി ചെയ്യും, ബി ഒരു ദിവസം 1 ജോലി ചെയ്യും. അതാണല്ലോ ഈ കാര്യക്ഷമത എന്ന് പറഞ്ഞത്. ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇവരുടെ വർക്ക് പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇവർ വർക്കിന് വരുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ ചിന്തിക്കാം. ആദ്യത്തെ ദിവസം എ വന്നാൽ അടുത്ത ദിവസം ബി വരും അല്ലേ? അടുത്ത ദിവസം എ ആ വരുന്നത്, പിന്നെ ബി വരും. അടുത്ത ദിവസം എ ആ വരുന്നത്, പിന്നെ ബി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ വർക്ക് പാറ്റേൺ. അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് ചിന്തിച്ചേ. എ വരുന്ന ആദ്യത്തെ ദിവസം 3 ജോലി തീർക്കും, ബി അടുത്ത ദിവസം വന്ന് 1 ജോലി തീർക്കും, എ വീണ്ടും വന്ന് 3, ബി 1, എ വീണ്ടും വന്ന് 3. ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത് അല്ലേ? ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. 2 ദിവസം കൂടുമ്പോൾ എത്ര ജോലി തീരുന്നുണ്ട്? 4 ജോലി തീരുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ 4 ജോലി തീരുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ എഴുതി വെക്കാം. 4 ജോലി തീരാൻ എത്ര ദിവസം വേണമെന്ന് ചോദിച്ചാൽ 2 ദിവസം വേണം. നമുക്കറിയേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് തീർക്കേണ്ടത് എത്ര ജോലിയാണ്? മൊത്തം എത്ര ജോലിയുണ്ട്? 36 ജോലിയുണ്ട്. അപ്പോൾ ഈ 36 ജോലി തീർക്കാൻ ഈ പാറ്റേണിൽ എത്ര ദിവസം വേണമെന്ന് അറിയേണ്ടത്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ആൻസർ ആയില്ലേ? 36 × 2 / 4. 4 36 9 വെച്ച് വെട്ടിപ്പോൾ. അപ്പോൾ 9 × 2 18 ദിവസം വേണ്ടി വരും ഈ പാറ്റേണിൽ ജോലി ചെയ്താൽ ആ ടോട്ടൽ ജോലി തീരാൻ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.